പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ക്രോമസോമൽ ഡിസോർഡറുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ എല്ലാം ബോഡി, ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം സെല്ലുകളെ കൊണ്ടാണ്. ഓരോ സെല്ലിനും അകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് നാം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രോമസോമുകൾ ധാരാളമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്രോമസോംസ്, ധാരാളം ക്രോമസോമുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ ക്രോമസോമുകൾ ഓരോ ജീവിയിലും ഒരു നിശ്ചിത ഫിക്സഡ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് മനുഷ്യൻ്റെ ക്രോമസോം നമ്പർ 46. നോർമലായ മനുഷ്യർക്കൊക്കെ സാധാരണ രീതിയിൽ 46 ക്രോമസോംസ് ഉണ്ടാവും. ഈ ക്രോമസോമുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്താണ് അതിനെയാണ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡറുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ചില ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയാവുന്നത് ഡൗൺ സിൻഡ്രം എന്ന് വിളിക്കുന്ന ഡിസോർഡറിനെ പറ്റിയാണ്. ഓക്കെ, എന്താണ് ഡൗൺ സിൻഡ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഡൗൺ സിൻഡ്രം അസുഖമുള്ള ഒരാളുടെ ക്രോമസോമുകളുടെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ബോഡിയിൽ 23 ജോഡി ക്രോമസോംസ് ആണ് ഉണ്ടാവുക. ഈ 23 ജോഡിയിലെ ഒന്നാമത്തെ പെയർ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഈ ഒന്നാമത്തെ പെയറിൽ 2 ക്രോമസോം ഉണ്ട്. ഇതിൽ ഒന്ന് ഈ വ്യക്തിക്ക് ഫാദറിൽ നിന്നും ഒന്ന് മദറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന. ഇത് രണ്ടാമത്തെ പെയറാണ്. അപ്പോൾ 4 എണ്ണായി. മൂന്നാമത്തെ പെയർ 6 എണ്ണായി. നാലാമത്തെ പെയർ 8 എണ്ണായി. ഇങ്ങനെ വന്ന് 23 ജോഡികളിലായിട്ട് 23 പെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 46 ക്രോമസോമുകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 23 ജോഡി അഥവാ 46 ക്രോമസോം ഉണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ 21ാമത്തെ പെയറിൽ നിങ്ങൾ നോക്കും, 21-ൽ 2-ന് പകരം 3 ക്രോമസോം ഉണ്ട്. അപ്പോൾ ടോട്ടലി 46-ന് പകരം 21ാമത്തെ ജോഡിയിൽ 2-ന് പകരം 3 എണ്ണം ഉള്ളത് കൊണ്ട് ഈ വ്യക്തിക്ക് 47 ക്രോമസോം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പെയറിൽ ഒരു ക്രോമസോം അധികമുണ്ടെങ്കിൽ, 2-ന് പകരം 3 എണ്ണം ഉണ്ടെങ്കിൽ നമ്മളതിനെ ട്രൈസോമി എന്നാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൗൺ സിൻഡ്രത്തിൻ്റെ പ്രത്യേകത, ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് 21 ട്രൈസോമി എന്നാണ് ഡൗൺ സിൻഡ്രം എന്ന വൈകല്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത്. സോ ഇനി അപ്പോൾ ഡൗൺ സിൻഡ്രം അസുഖത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായി. ഒരാൾക്ക് 21st പെയർ ഓഫ് ക്രോമസോമിൽ 2-ന് പകരം 3 ക്രോമസോം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത് ഡൗൺ സിൻഡ്രത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ ഈ ഡൗൺ സിൻഡ്രത്തിൻ്റെ മറ്റു ചില കാര്യങ്ങൾ. ഈ അസുഖം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ലാങ്ഡൺ ഡൗൺ എന്ന് വിളിക്കുന്ന സയൻറ്റിസ്റ്റ് 1866-ലാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഡൗൺ സിൻഡ്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതെല്ലാം നമ്മൾ നോക്കാം. ഒന്ന്, ഷോർട്ട് സ്റ്റേച്യൂർഡാണ്, പൊക്കം കുറവുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ സ്മോൾ റൗണ്ടഡ് ഹെഡായിരിക്കും. ഫറോവ്ഡ് ടങ്സ് ആയിരിക്കും, നാവിൽ ഇങ്ങനെ ഫറോസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവർക്ക് പാർഷ്യലി ഓപ്പൺ മൗത്ത്, വായ വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ ഭാഗികമായി ഓപ്പൺ ആയിരിക്കും. അതുപോലെ ഈ അസുഖമുള്ള വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ പാം ക്രീസ് എന്ന് പറഞ്ഞാൽ കൈ രേഖകൾ സാധാരണ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇതാണ് ഒരു നോർമൽ വ്യക്തിയുടെ കൈകളിലുള്ള പാം ലൈൻസ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഡൗൺ സിൻഡ്രം ഉള്ള ആളുകൾക്ക് ഇവിടെ ആകെ ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉണ്ടാവൂ. സാധാരണ നമ്മുടെ കൈരേഖയിലൊക്കെ 3 ലൈൻസ് ഉണ്ടാകുമ്പോൾ, പാം ക്രീസ് ഉണ്ടാകുന്ന സമയത്ത് ഡൗൺ സിൻഡ്രം ബാധിച്ച ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പാം ക്രീസാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റൊക്കെ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. റിറ്റാർഡേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവയുടെ ഡെവലപ്മെൻറ്റിൽ വൈകല്യങ്ങൾ കാണപ്പെടുന്നു. ഇത്രയാണ് ഡൗൺ സിൻഡ്രം എന്ന അസുഖത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ അസുഖമാണ് ക്ലിൻഫെൽട്ടർ സിൻഡ്രം എന്ന് വിളിക്കുന്ന അസുഖം. ഓക്കെ, ക്ലിൻഫെൽട്ടർ സിൻഡ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ക്ലിൻഫെൽട്ടർ സിൻഡ്രം ബാധിച്ച ആളുകൾക്ക് ക്രോമസോമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവരുടെ ക്രോമസോമിൻ്റെ പാറ്റേൺ ആണ്. ഈ ക്രോമസോമിൻ്റെ പാറ്റേൺ നമ്മൾ സൂചിപ്പിക്കുന്നൊരു വേർഡാണെന്ത്, കാരിയോടൈപ്പ്
ടൈപ്പ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഈ ക്ലിൻഫെൽട്ടർ സിൻഡ്രത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ക്ലിൻഫെൽട്ടർ സിൻഡ്രം ബാധിച്ച ആളുകളുടെ നിങ്ങൾ കണ്ടില്ലേ 22ാമത്തെ പെയർ, അതായത് 22ാമത്തെ പെയറിൻ്റെ പ്രത്യേകത അത് സെക്സ് ക്രോമസോമുകളായിരിക്കും. 22ാമത്തെ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്സ് ക്രോമസോംസ് ആണ്. ഈ സെക്സ് ക്രോമസോമിൻ്റെ പ്രത്യേകത പുരുഷന്മാർക്ക് സാധാരണ XY ആയിരിക്കും, സ്ത്രീകൾക്ക് ഇത് XX ആയിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ഓക്കെ, എന്നാൽ ഇവിടെ നോക്ക്, ഈ ക്ലിൻഫെൽട്ടർ സിൻഡ്രം ബാധിച്ച ആളുകൾക്ക് ഇവിടെ സെക്സ് ക്രോമസോം, അതായത് 23ാമത്തെ പെയറിൽ 2 പകരം 3 ക്രോമസോം ഉണ്ട്. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് 2 X ക്രോമസോമും 1 Y ക്രോമസോമും. അപ്പോൾ ഇവർക്ക് ടോട്ടലി 47 ക്രോമസോം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം വ്യക്തികളുടെ പ്രത്യേകത ഇവർക്ക് 47 ക്രോമസോമിൻ്റെ എണ്ണത്തേക്ക് സൂചിപ്പിക്കുന്ന ഫോർമുലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാരിയോ ടൈപ്പ് എന്ന് വിളിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ക്ലിൻഫെൽട്ടർ സിൻഡ്രത്തിൻ്റെ കാരിയോ ടൈപ്പ് 47,XXY ഇങ്ങനെയാണ് നമ്മൾ എഴുതുക കേട്ടോ. സോ ഇതൊന്ന് മനസ്സിലാവുന്ന ഇയാൾക്ക് ടോട്ടലി 47 ക്രോമസോം ഉണ്ട്. അതെന്തുകൊണ്ടാണ്? XXY ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത്തരം വ്യക്തികൾക്ക് ഒരു മസ്കുലൈൻ ഡെവലപ്മെൻ്റാണ് ഉണ്ടാവുക. മെയിൽ ക്യാരക്ടേഴ്സ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്താണ്, ഇവർക്ക് പിന്നെ Y ക്രോമസോം ഉണ്ട്. ഒരിക്കലും Y ക്രോമസോംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്തായിരിക്കും? ഒരു പുരുഷനായിരിക്കും. പക്ഷേ ഇവർക്ക് 2 X ക്രോമസോം ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ ചില ഫെമിനൈൻ ക്യാരക്ടേഴ്സ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഇത്തരം വ്യക്തികളിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ കാണാറുണ്ട്. ഓക്കെ, ഇങ്ങനെ മെയിൽ ബോഡിയിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈനക്കോമാസ്റ്റിയ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലിൻഫെൽട്ടർ സിൻഡ്രം അസുഖം ബാധിച്ച ഒരു വ്യക്തിയുടെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സാമുകളിൽ ഈ ചിത്രം തന്നുകൊണ്ട് അസുഖത്തെ പറ്റിയും ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത അസുഖമാണ് ടർണർ സിൻഡ്രം എന്ന് വിളിക്കുന്ന 3ാമത്തെ വൈകല്യം. ഇവിടെ വളരെ സിമ്പിളാണ്. ഈ വ്യക്തിയുടെ 23ാമത്തെ പെയറിൽ നിങ്ങൾ നോക്കൂ, സാധാരണ 2 X ക്രോമസോം ഉണ്ടാവും, അല്ലെങ്കിൽ Xഉം Yയും ഉണ്ടാവും. 2 X ക്രോമസോം ആണെങ്കിൽ ഫീമെയിൽ ആയിരിക്കും, Xഉം Yയും ഉണ്ട് എന്തായിരിക്കും? അത് മെയിലും ആയിരിക്കും. പക്ഷേ ഇവിടെ ഇയാൾക്ക് 1 X ക്രോമസോം മാത്രമേ ഉള്ളൂ. അതായത് സെക്സ് ക്രോമസോം 1 കുറവാണ് ഈ ഒരു വ്യക്തി കാണപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ കാരിയോ ടൈപ്പ് എന്ന് പറഞ്ഞത് എപ്പോഴും ക്രോമസോമിൻ്റെ എണ്ണമൊക്കെ അറിയാനുള്ള ഫോർമുല. അപ്പോൾ ഇവരുടെ കാരിയോ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. ഇവർക്ക് 46 കുറവല്ലേ, അപ്പോൾ 45 ക്രോമസോമാണുള്ളത്. കോമട്ടിട്ട് X 1 ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മിസ്സിങ് ആണല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ X0 എന്ന് കൊടുക്കട്ടോ. ഇതാണ് ടർണർ സിൻഡ്രമുള്ള ഒരാളുടെ കാരിയോ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് 1 ഓഫ് ദ X ക്രോമസോം ദാറ്റ് ഈസ് 45 വിത്ത് X0. ഇത്തരം സ്ത്രീകളെ പ്രത്യേകത ഇവർക്ക് Y ക്രോമസോം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും ഫീമെയിൽസ് ആയിരിക്കും. പക്ഷേ അവർ സ്റ്റെറൈലാണ്, ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവരുടെ എന്തുകൊണ്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഇവരുടെ ഓവറീസ് റുഡിമെൻ്ററി ആണ്, അതായത് പൂർണ്ണമായിട്ടും വളർച്ച എത്താത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടർണർ സിൻഡ്രത്തെക്കുറിച്ചും പഠിക്കാറുള്ളത്. അധിക എക്സാമുകളിലും ഏതെങ്കിലും ഒരു ക്രോമസോമൽ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. സി യു. താങ്ക് യു.